നമ്മൾ കൂട്ട് എന്ന് പറയൂലേ, നല്ല കൂട്ട്, ചീത്ത കൂട്ട് എന്നൊക്കെ പറയൂലേ അല്ലേ? ഈ കൂട്ട് എന്നുള്ള വാക്ക് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. സൗഹൃദത്തിന് മാത്രമല്ല ഉപയോഗിക്കുക അല്ലേ, റെസിപ്പിക്കും അതാണ് ഉപയോഗിക്കുക. ഭക്ഷണക്കൂട്ട്. നല്ല ചങ്ങാതിമാർ ശരിക്കും ഭക്ഷണം പോലെയാണ്, നമുക്ക് മതിയാവൂല. രാവിലെ എത്ര ഭക്ഷണം കഴിച്ചാലും ഉച്ചയാകുമ്പോഴേക്ക് പിന്നെയും വിശക്കുന്നത് കണ്ടിട്ടില്ലേ? നമുക്ക് മതിയാവില്ല. അത് എപ്പോഴും ആവശ്യമാണത്, മരുന്ന് പോലെയല്ല. നല്ല ചങ്ങാതി നല്ല അന്നമാണ്, നമ്മളെ ഇങ്ങനെ ജീവിപ്പിക്കുന്നൊരു ഘടകമാണ് നല്ല ചങ്ങാതി. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം ഏറ്റവും നല്ല സൗഹൃദം സമ്മാനിക്കലാണ്. അത് ഏതൊരു ബന്ധം നിങ്ങൾ എടുത്തു നോക്കൂ, സൗഹൃദം കലർന്നിട്ടുണ്ടോ ആ ബന്ധം മനോഹരമായിരിക്കും. ബാലചന്ദ്രൻ ചുള്ളിക്കാടുണ്ടല്ലോ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി. അദ്ദേഹമായിട്ട് മനോരമ ന്യൂസിൽ ജോണി ലൂക്കോസ് നടത്തിയിട്ടുള്ളൊരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് വിജയലക്ഷ്മി എന്നൊരു കവിയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴൊക്കെയും അവരെക്കുറിച്ച് പറയുന്നത് എൻ്റെ സുഹൃത്ത് എന്നാണ്. വിജയലക്ഷ്മി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഭാര്യയാണ്. മഹാരാജാസിൽ നിന്ന് മുട്ടിട്ട മനോഹരമായൊരു സൗഹൃദമാണ് ഒന്നിച്ചുള്ള ജീവിതത്തിലേക്ക് തുഴഞ്ഞു പോയത്. വിജയലക്ഷ്മിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെയും എൻ്റെ സുഹൃത്ത് എന്നാ പറയാ. അപ്പൊ ജോണി ലൂക്കോസ് ചോദിക്കുന്നുണ്ട്, ഭാര്യയെ സുഹൃത്ത് എന്നാണോ പറയുന്നത്? സാധാരണ അങ്ങനെ ആരും പറയാറില്ലല്ലോ. അപ്പൊ ചുള്ളിക്കാട് അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ജോണി, സൗഹൃദമാണ് എല്ലാ നല്ല ബന്ധങ്ങളുടെയും അടിസ്ഥാനം. ജോണി, സൗഹൃദമാണ് എല്ലാ നല്ല ബന്ധങ്ങളുടെയും അടിസ്ഥാനം ആണ്. ഗോട്ട്മാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി തെറപ്പിസ്റ്റ് ഉണ്ട്. ആയിരക്കണക്കിന് ദമ്പതികളെ മുന്നിൽ കണ്ടിട്ടുള്ള ഒരാളാണ്. നൂറുകണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ഗോട്ട്മാൻ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളുണ്ട് ധാരാളം. ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ്, പ്രത്യേകിച്ചും കപ്പിള്. അദ്ദേഹം ഈ അടുത്ത് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിലേറെയും വിവാഹ ജീവിതത്തിൽ എങ്ങനെയാണ് സൗഹൃദം കൊണ്ടുവരേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ്. കാരണം ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം അതാണ്: സൗഹൃദത്തിന് മാത്രമേ ആ ബന്ധത്തെ മനോഹരമാക്കി നിലനിർത്താൻ കഴിയുള്ളൂ. നമ്മളെ ചങ്ങാതിമാരെല്ലാം കൂടിയിട്ട് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചങ്ങാതിയുടെ കൈ തട്ടിയിട്ട് ഗ്ലാസ് മറിഞ്ഞു വീണ് അതാകെ പൊട്ടി ചിതറി ആ ഹോട്ടലിലുള്ള മുഴുവൻ ആളുകളും നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ടേബിളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ഒരു സീനിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കാറുള്ളത്? നമ്മുടെ ചങ്ങാതിമാരാണ് ഇരിക്കുന്നത് ആ ടേബിളിൽ മുഴുവനും. ഒരാളുടെ കൈ തട്ടിയിട്ട് ഗ്ലാസ് മറിഞ്ഞു വീഴുകയും ചെയ്ത് ഹോട്ടലിലുള്ള മുഴുവൻ ആളുകളും നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു രംഗത്തെ എങ്ങനെയാണ് സമീപിക്കുക? കോമഡി ആയിട്ട് എടുക്കുക അല്ലേ? ഇതേ ഒരു അനുഭവം സ്വന്തം ഭാര്യയുടെ കൈതട്ടിയിട്ടാണ് ആ ഗ്ലാസ് മറിഞ്ഞു വീണതെങ്കിലും ചിലപ്പോൾ ആ പാവം പെണ്ണ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വരും. ഞാനും എൻ്റെ ചങ്ങാതിയും ഒരു സ്ഥലത്തു നിന്ന് ഇറങ്ങിയിട്ട് കുറേ ദൂരെ യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് അവൻ പറയുന്നത്, മൊബൈല് മറന്നുപോയി, അല്ലെങ്കിൽ പേഴ്സ് മറന്നുപോയി എന്നൊക്കെ. നമ്മൾ എന്ത് ചെയ്യും? വണ്ടി തിരിക്കും. എന്നിട്ട് അവൻ എവിടെയാണോ അത് മറന്നു വെച്ചത് അവിടെ വരെ നമ്മൾ ക്ഷമയോടെ വണ്ടി തിരിച്ചോടിച്ചിട്ട് അവനത് എടുത്തു കൊണ്ടുവരുന്നത് വരെ കാത്തിരുന്ന് നമ്മൾ ഭംഗിയായി ആ യാത്ര തുടരും. സ്വന്തം ഭാര്യയാണെങ്കിലോ മുഖം കറുത്തിട്ടുണ്ടാവും. ഈ ചങ്ങാതിയോടുള്ള ബന്ധത്തിലുള്ള എന്തോ ഒന്ന് ഈ വൈവാഹിക ബന്ധത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സൗഹൃദം. സൗഹൃദമാണ് പരിഹാരം. പ്രണയിച്ച ആളുകളെന്നല്ല തമ്മിൽ വിവാഹം കഴിക്കേണ്ടത്, നല്ല സുഹൃത്തുക്കളാണ്. നല്ല പ്രണയങ്ങളൊന്നും വിവാഹത്തിലെത്തിയിട്ടില്ല. വിവാഹത്തിലെത്തിയ പ്രണയങ്ങൾ